സോ ഗൈസ്, അങ്ങനെ നമ്മൾ മണി മേക്കിംഗ് ചലഞ്ചിൻ്റെ ഫൈനൽ എപ്പിസോഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് ആക്ച്വലി റെഡിയാണ്, ഇനി അതിനെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യുക, സെയിൽ ചെയ്യുക, അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ കുറച്ച് ലീഡ്സ് കളക്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ കറൻലി നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ബിൽഡറാണ്. ഓക്കെ, ഈ പറയുന്ന നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ്സിനെയാണ്. സോ നമുക്കറിയാം നമ്മളുടെ ചുറ്റുമുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇപ്പോഴും ഒരു വെബ്സൈറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരുപാട് വെബ്സൈറ്റ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന നിലയിൽ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ബിൽഡർ ക്രിയേറ്റ് ചെയ്യാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ചുറ്റുമുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, ഇപ്പോൾ ഈ പറയുന്ന റെസ്റ്റോറൻറ്റ് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഇല്ലാത്ത ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, അതായത് നമ്മുടെ കേരളത്തിലെ മേജർ സിറ്റീസിൽ നിന്നെല്ലാം ഞാൻ കുറേ ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 250 മുകളിൽ ഡേറ്റയും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ശരിയാണ്, അത് വലിയൊരു നമ്പർ അല്ല, വളരെ ചെറിയൊരു നമ്പർ മാത്രമാണ്. എന്നാൽ പോലും ഞാൻ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഒരാളെങ്കിലും പേയിങ് കസ്റ്റമർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ അതിനുവേണ്ടി ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഡേറ്റയും കാര്യങ്ങളും കളക്ട് ചെയ്തു, എന്നിട്ടൊരു വാട്സപ്പ് ക്യാമ്പയിൻ നടത്തിയിട്ട്. അപ്പോൾ വാട്സപ്പ് ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് ഒരു ലിങ്കോട് കൂടി നമ്മളൊരു മെസ്സേജ് ഓട്ടോമേറ്റ് ചെയ്ത് അയക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തൊരു ടൂളാണ് സൂപ്പർ സെൻഡ് എന്ന് പറയുന്നത്. സോ സൂപ്പർ സെൻഡ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. അതുപോലെ APIയും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാം, ഇമെയിൽ ഓട്ടോമേഷൻസ് ചെയ്യാം, നമുക്ക് ഇമെയിൽ സ്കെഡ്യൂൾ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇമെയിൽ ക്യാമ്പയിൻസ്, അതുപോലെ ഈ പറയുന്ന വാട്സപ്പ് ഓട്ടോമേഷൻസും വാട്സപ്പ് ക്യാമ്പയിൻസും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സൂപ്പർ സെൻഡ്. അപ്പോൾ സൂപ്പർ സെൻഡ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന നമ്മളുടെ ക്യാമ്പയിനും കാര്യങ്ങൾ റൺ ചെയ്തത്. അപ്പോൾ ഞാൻ ആക്ച്വലി അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫയൽ അപ്ലോഡ് ചെയ്യാം. ഫയലിനകത്ത് മെയിൻലി ഒരു നെയിമും അതുപോലെ തന്നെ നമുക്ക് ആർക്കാണോ അയക്കേണ്ടതെന്ന് വെച്ചാൽ ആളുടെ നമ്പറും മതി. അപ്പോൾ ഞാൻ ആ ഒരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് ഒരു മെസ്സേജ് ഓൺ ദ സ്പോട്ടിൽ തന്നെ അപ്പോൾ തന്നെ നമ്മളൊരു ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ മെസ്സേജ് ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ്സ് ആയിട്ട് എല്ലാവർക്കും സെൻഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഫോളോ അപ്പ് സെറ്റപ്പ് ചെയ്യാം. ഒരു 2 ഫോളോ അപ്സ് വരെ എക്സ്ട്രാ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അതായത് ഫസ്റ്റ് ഫോളോ അപ്പ്, സെക്കൻഡ് ഫോളോ അപ്പ്. അപ്പോൾ ഫസ്റ്റ് ഫോളോ അപ്പ് ഞാൻ സെറ്റ് ചെയ്തത് തൊട്ടടുത്ത ദിവസവും, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫോളോ അപ്പ് 2 ദിവസം കഴിഞ്ഞിട്ടും ആയിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഫോളോ അപ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ എങ്കിലും നമ്മളുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമെന്ന് കരുതിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഫോളോ അപ്പും കാര്യങ്ങളെല്ലാം നടത്തിയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആരും തന്നെ നമ്മളുടെ സൈറ്റിൽ അക്കൗണ്ട് എടുക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം നമ്മൾ ആക്ച്വലി കൊടുക്കുന്നത് ഒരു 7 ഡേ ഫ്രീ ട്രയൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ, ക്രെഡിറ്റോ അല്ലെങ്കിൽ കാർഡ് ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 7 ഡേയ്സ് ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നമുക്കൊരു 7 ഡേയ്സ് ഫ്രീ ട്രയൽ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും നമുക്ക് ആരെയും കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു യൂസർ വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം ഞാൻ നമ്മുടെ സയന്റിഫിക് ഇൻസ്റ്റാഗ്രാം വഴി ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിന്ന് തോന്നുന്നു, ഐ തിങ്ക് അവിടെ നിന്നാണ് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൾ ജസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം അതിൻ്റെ ആക്ച്വൽ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന വെബ്സൈറ്റും കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ സ്റ്റോർ നെയിം, സ്റ്റോറിൻ്റെ അബൌട്ട്, അതിൻ്റെ ലോഗോ, അങ്ങനെ കുറേ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യുന്നത് നമ്മളുടെ നെക്സ്റ്റ് പേജിലാണ്. ബട്ട് പുള്ളി അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, പിന്നെ അത് നിർത്തിപ്പോയി. എന്തോ അബദ്ധത്തിൽ ക്രിയേറ്റ് ആയതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആക്ച്വലി അതിന് ഫോളോ മെയിലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. ബട്ട് റെസ്പോൺസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ സംഭവം ആക്ച്വലി ഒരു ഫെയിലിയർ എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഫെയിൽ ആയിപ്പോയത്. അതിൽ പിന്നെ ഒരാൾ പോലും വരാത്തത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഓരോ പ്രൊഡക്റ്റും എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കാറ്റഗറി ആളുകൾക്ക് വേണ്ടിയായിരിക്കും. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെറ്റ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അവരെ മനസ്സിലാക്കി, ആ ഓഡിയൻസിനെ മനസ്സിലാക്കി എങ്ങനെയാണ് അവരെ കൺവേർട്ട് ചെയ്യേണ്ടത്. ഓരോ സെയിൽസിനും ഓരോരോ രീതികളാണ്. കാരണം നമുക്കറിയാം റെസ്റ്റോറൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ പലരും തന്നെ, ചിലവർക്ക് നല്ല ഐഡിയ ഉള്ളവരുണ്ടാവും, ഈ ടെക്നോളജിയെക്കുറിച്ചും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഐഡിയ ഉള്ളവരുണ്ടാവും. ബട്ട് മെജോറിറ്റി ഓഫ് ദം അവർക്ക് പ്രത്യേകിച്ച് ഐഡിയ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു ക്യാമ്പയിൻ ഇങ്ങനെ നടത്തിയത്, ഒരു മെസ്സേജോ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ചെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മൈൻഡ് ചെയ്യില്ല. കാരണം അവർക്കത് അറിയില്ല, അത് വായിച്ച് നോക്കി മനസ്സിലാക്കാനുള്ള ഐഡിയ ഒന്നും അവർ അതിന് വേണ്ടി മെനക്കെടാറില്ല പലപ്പോഴും. അത്തരം കേസസിൽ അത്തരം ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാനിങ് കാര്യങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യാനുള്ള ഇതിൽ പ്രോപ്പർ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ചെല്ലണം. നമ്മൾ അവരെ നേരിട്ട് പോയി കൺവിൻസ് ചെയ്തിരുന്നെങ്കിൽ പിന്നെ നമുക്ക് കുറേ കൺവേർഷൻ കാര്യങ്ങൾ ഉണ്ടായേനെ. ബട്ട് ഞാനൊരു സെയിൽസ് പേഴ്സണോ കാര്യങ്ങളല്ലാത്തതുകൊണ്ട്, ഞാൻ അത്ര സെയിൽസിൽ വലിയ പുലിയല്ലാത്തതുകൊണ്ട് ഞാൻ അത്തരം പരിപാടികൾക്ക് നമുക്ക് ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ട് എന്ന രീതിയിലാണല്ലോ ഒരു ക്യാമ്പയിനും കാര്യങ്ങളെല്ലാം നടത്തിയത്.
അതേസമയം നിങ്ങൾ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കുറേയും കൂടി ടെക്നോളജിയെക്കുറിച്ച് ഐഡിയ ഉള്ളവർ ആളുകളിലേക്ക് എത്തുന്ന ടൈപ്പ് പ്രൊഡക്റ്റാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ഡിജിറ്റൽ മീഡിയാസ് മാത്രം യൂസ് ചെയ്ത് സെയിലും കാര്യങ്ങളും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കുറേ നമ്പർ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 250-300 പേരെയും കണ്ടേ ഞാൻ കൺസിഡർ ചെയ്തുള്ളൂ. അവർക്ക് മാത്രമേ ഈ പറയുന്ന ക്യാമ്പയിൻസും കാര്യങ്ങളും നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഐ മീൻ അത്തരം പേരിലേക്ക് മാത്രമേ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് എത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് പോരാ, നമ്മളൊരു സെയിലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് അത് റിപ്പീറ്റഡ് ആയിട്ട് അയക്കുക. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളൊരു മെസ്സേജ് അയച്ചു, അതിന് കൺവേർഷനിലെ പ്രോപ്പറായിട്ട് അനലിറ്റിക്സും നമ്മൾ എടുക്കണം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാമ്പയിൻസ് എത്ര പേർക്ക് സെൻഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് അത് പ്രോപ്പറായിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ടോ ഇല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് ശേഷം മാത്രമേ അടുത്തൊരു ക്യാമ്പയിനും കാര്യങ്ങളും നമുക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഒരു സിംഗിൾ ക്യാമ്പയിൻ നടത്തിയിട്ട് കാര്യമില്ല, മൾട്ടിപ്പിൾ ക്യാമ്പയിൻസ് നടത്തണം. അത് ഒരുപാട് പേരിലേക്ക് നടത്താൻ പറ്റണം. ഓക്കെ, അപ്പോൾ എങ്കിൽ മാത്രമേ അത് കാര്യമായിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ. നമ്മളിപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് അതും എന്താ പറയുക മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. കറൻ്റ്ലി എന്തായാലും ആ സൈറ്റും കാര്യങ്ങളും ആക്റ്റീവ് ആയിരിക്കും, ലൈവ് ആയിരിക്കും. ഇതുവരെ ഞാൻ അത് ആക്ച്വലി സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്താ പറയുക ക്യാൻസൽ ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് ആക്ച്വലി സ്റ്റിൽ റണ്ണിങ്. അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ നമ്മുടെ മണി മേക്കിംഗ് ചാലഞ്ച് വീഡിയോ. ഈ സീരീസ് ഇവിടെ ആക്ച്വലി തീരുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് സെയിൽസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഈ സീരീസ് കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രയോജനം കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. കാരണം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്തൊക്കെയാണ് മിസ്റ്റേക്സ് പറ്റിയത്, എന്തൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി ഈ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസിൽ കാണാം.